സ്വർണത്തിന്റെ വില 1,00,000-ലേക്ക് അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പൊതുജനങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഇർഫാനാണ്, നമ്മുടെ സൈലത്തിന്റെ സ്വന്തം ക്യാമറമാൻ ആണ്. അപ്പൊ നമുക്ക് ഇർഫാനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഗോൾഡിന്റെ വില കൂടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ്. കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ബുദ്ധി? എന്തിന്റെ കുഴപ്പമായത്? എന്താ ഗോൾഡിന്റെ വില കൂടണ്ടെന്നാണോ താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പൈസ ഇങ്ങനെ കൂടുമ്പോൾ ആളുകൾ എങ്ങനെയാണ് ഇത്രയും പൈസ മുടക്കി ആഭരണങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. എപ്പോ 1,00,000 ആവുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒരു മാസം കൊണ്ട് 1,00,000 ആവും. തീർച്ചയായും. അതിപ്പോ നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. എക്കണോമിക്സിന്റെ ഫാദർ ആരാന്നറിയോ? എനിക്കറിയില്ല, ഞാൻ സയൻസ് പഠിച്ചു. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ഡോണ മിസ്സിനോട് ചോദിക്കാം. മിസ്, ഗോൾഡിന്റെ വില കൂടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത്ര നല്ല അഭിപ്രായമില്ല. പിന്നെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉള്ളതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ച് ഗോൾഡ് നേരത്തെ എടുത്തു വെക്കായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിലൊരു ദുഃഖം തോന്നുന്നു. ദുഃഖം തോന്നുന്നു പറയുമ്പോൾ താങ്കൾ പറയുന്നത് ഇപ്പോൾ ഗോൾഡിന്റെ വില കൂടണ്ടായിരുന്നു എന്നുള്ളതാണോ, അതോ കൂടുന്നത് നല്ലതാണെന്നാണോ താങ്കൾ പറയുന്നത്? അത് കൂടണമായിരുന്നു, പക്ഷെ അത്ര കൂടണ്ടേ, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ കുറയണ്ട, പക്ഷെ അത് കണ്ട് കൂടുകയും വേണ്ട. അപ്പോൾ താങ്കൾ പറയുന്നത് സ്വർണത്തിന്റെ വില കൂടണ്ട എന്നുള്ളതാണ്. പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ കുറയണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു അത് ഒരുപാട് കൂടാണ്ട് കുറയാണ്ട് അങ്ങനെ നിൽക്കാം, അങ്ങനെ അങ്ങ് പോവുക. അപ്പം കൂടണ്ട കുറയണ്ട എന്തൊക്കെയാണ് പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മേഡം, സ്വർണത്തിന്റെ വില കൂടുന്നതിനെ പറ്റി മേഡത്തിന്റെ അഭിപ്രായം എന്താണ്? കുറച്ച് റെലവെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കൂ. എൻ്റെ ഡയറ്റ് എന്താണ്, ഞാൻ എന്താ ഇന്ന് കഴിച്ചത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. ഇത് ഗോൾഡ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അത് മേഡത്തിന് റെലവെന്റ് ആയിട്ടുള്ളതല്ല, ഇത് സമൂഹത്തിന് റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗോൾഡിന്റെ റേറ്റിനെ പറ്റിയുള്ളത്. സോറി, ഗോൾഡ് ഞാൻ ഇടാറില്ല. വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? ആര് പറഞ്ഞു വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നല്ല, എനിക്ക് സിൽവറാണ് ഇഷ്ടം. കണ്ടോ? സ്വർണത്തിന്റെ വില കൂടുന്നതിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. അതെ സാർ, ഒരു 5 കൊല്ലം മുന്നേ സ്വർണം വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് സാർ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ? അന്നേൽ പൈസ ഇല്ലല്ലോ, അപ്പൊ ഞാൻ ഉറപ്പായിട്ട് വാങ്ങൂല. ഇപ്പൊ കയ്യിൽ പൈസ ഉണ്ടോ? ആ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ല സാർ, ഇത് വില കൂടുന്നതിനെ പറ്റി സാറിന് ഒരു അഭിപ്രായം ഇല്ല? വില കുറയും അല്ലേ, വില കുറയേണ്ടതാണ്. എന്നാലും വില കൂട്ടുന്നവനാണ് എനിക്ക് കാണേണ്ടത്. സാർ, ആരാണ് സാർ വില കൂട്ടുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്, ആരാണ് കൂട്ടുന്നത്. സാർ, ഇപ്പൊ ഉടനെ ഒന്നും സ്വർണം വാങ്ങാൻ ഒരു ചാൻസും ഇല്ല. അല്ല, ഇനിയിപ്പോ ഞാൻ വാങ്ങേണ്ട ആവശ്യമില്ല, എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പം സാറ് പറയുന്നത് സാറിന്റെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് സാർ ഇനി സ്വർണം വാങ്ങണ്ടെന്നാണ്. സ്വർണത്തിന്റെ വില ഉയരുന്നതിനെ പറ്റി പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. ചിലർ പറയുന്നുണ്ട് അതിനി ക്രമാതീതമായി ഉയരും, ചിലർ പറയുന്നുണ്ട് അതിനി കുറയും എന്നുള്ളത്. എന്തായാലും സ്വർണത്തിന്റെ വില കൊതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇനിയും ഇതേപോലുള്ള വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ശുഭദിനം.